Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മളിന്ന് 100 എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ട് ഐശ്വര്യമായിട്ട് ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് പിന്നെയും വരിക കേട്ടോ. അന്നും പറഞ്ഞാൽ അങ്ങനെയല്ല, 100 കഴിഞ്ഞാൽ എല്ലാവരും ഒന്നെന്ന് വെച്ചിട്ടല്ലേ പിന്നെ എണ്ണുക. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നത്തെ റെസിപ്പി നമുക്ക് ഐശ്വര്യമായിട്ട് ഒരു ബിരിയാണി തുടങ്ങാം. അപ്പം ബിരിയാണി നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തതാ ഒരു പ്രാവശ്യം, പക്ഷേ എന്നാൽ ഇന്നത്തെ ബിരിയാണി ഉണ്ടല്ലോ ഒരു ഇച്ചിരി എന്നാ പറയുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. എന്നാന്ന് വെച്ചാൽ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ പേരാണ് ഷാജഹാനി ബിരിയാണി. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടുള്ള ബിരിയാണി അല്ലേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഇതെന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഷാജഹാനി ബിരിയാണിയാന്ന് പറഞ്ഞുകൊണ്ട് ഇനി ചിലപ്പോൾ അതിന് വേറെ എന്നതേലുമൊക്കെ വീണുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ ഉള്ളൂ, അത് മാത്രം മതിയേ. പക്ഷേ ഇതിനകത്ത് വേണ്ടി ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് മട്ടൺ വെച്ചിട്ടാണ്. ബേസിക്കലി ബിരിയാണിക്ക് മട്ടനാണ് ഏറ്റവും കൂടുതൽ സ്വാദ് തരുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ മട്ടൺ ഇല്ല, തൽക്കാലം ചിക്കൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഷാജഹാനി ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്ന നമ്മൾ എപ്പോഴും കഴിക്കാത്ത കൂട്ടമുള്ള ഒരു ബിരിയാണിയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണം. ഒന്നാമത്തെ എപ്പിസോഡായിരുന്നു. ഐശ്വര്യമായിട്ട് നമ്മുടെ എന്നാ പറയുന്നത് ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയാൻ മേല. എന്തായാലും ദിസ് ഇസ് എ പ്യുവർ നല്ല എന്താ പറയുക ഭയങ്കര സ്വാദുള്ള ഒരു ബിരിയാണിയാണ്. അതിന് വേണ്ടി ചേരുവകൾ എന്നാന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന മട്ടനാന്നു. അത് കുറച്ച് ഇച്ചിരി മുഴുത്ത കഷ്ണമായിട്ട് മുറിച്ചേക്കുവാന്നേ. പിന്നെ വേണ്ടിയത് ഇച്ചിരി തൈര, എന്നാൽ ഇച്ചിരി കാട്ടി തൈര വേണ്ടിയേ. പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി മതിയേ. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടിയത് നാച്ചുറൽ, എൻ്റെ ഭരണി കണ്ടാൽ അറിയാലോ, ഉപ്പ്. ഇത് ഇത്രയും ഫസ്റ്റ് ഐറ്റം 1 എന്നും പറഞ്ഞ് മാർക്ക് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ബിരിയാണി വെക്കാൻ ഇച്ചിരി എളുപ്പമാണ്. പിന്നെ നമ്പർ 2 ഐറ്റം ആണ് കുറച്ച് നെയ്യ് വേണം. ബിരിയാണിക്ക് നെയ്യ് വേണമല്ലോ, ഇല്ലാതെ ഒക്കെയല്ല. പക്ഷെ എന്നാലും നമ്മൾ മറ്റ് ബിരിയാണികളൊന്നും വെക്കുന്ന കൂട്ടം ഒത്തിരി ഒന്നും വേണ്ട, ഇച്ചിരി മതി. പിന്നെ ഇച്ചിരി ഉള്ളി വേണം. ഇതിന് എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് തന്നെ മതിയേ. ഇത് കുറച്ച് ടൊമാറ്റോ പ്യൂരിയാ. പിന്നെ വേണ്ടിയത് കുറച്ച് നാരങ്ങാ നീര്. പിന്നെ ബിരിയാണിക്ക് മണം വേണമെന്നുണ്ടെങ്കിൽ പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി പച്ചമുളക്. ഇത് എരിവ് അത്രയും എരിവേല. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധാ പച്ചമുളക് എടുത്താച്ചാലും മതി. പിന്നെ ഇതെന്നാന്നോ, ഞാൻ ഒരു ഇച്ചിരി തേങ്ങായും ഇച്ചിരി അണ്ടിപ്പരിപ്പും കൂടെ നല്ലതായിട്ട് അരച്ചേക്കുവാണേ. പിന്നെ വേണ്ടത് നമ്മൾ ഗാർണിഷിങ് ഉള്ള കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ ഇച്ചിരി മുന്തിരിങ്ങായ, പിന്നെ ഇച്ചിരി എസൻസ് വേണം. എസൻസ് എന്ന് പറയുമ്പം ബിരിയാണി എസൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഉണ്ട്, അല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ട്. ഇതേതായാലും നമ്മുടെ ഫ്ലേവർ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് വാനിലയാണേ. പിന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസ്, അതായത് നമ്മൾ വറുത്ത ഉള്ളി. പിന്നെ വേണ്ടിയത് കുറച്ച് ബസ്മതി റൈസാണ്. ഇത് ഞാൻ വേവിച്ചേക്കുക ഉപ്പിട്ട്. ഇതൊരു 1.5 കപ്പ് വേവിച്ചേക്കുവാന്നേ. പക്ഷേ മട്ടൻ്റെ അളവ് അനുസരിച്ച് നമ്മൾ ചേർത്തേക്കുക. ഇത് ഞാൻ വേവിച്ചേക്കുന്ന എങ്ങനെയാണെന്നറിയാവോ, പട്ട, ഗ്രാമ്പു, ഏലക്ക, എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വേവിച്ചേക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എളുപ്പപ്പണിയാന്നേ. മറ്റേ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഇച്ചിരി ഉള്ളി വഴറ്റി, ഇഞ്ചി വെളുത്തുള്ളി വഴറ്റി, ഇതൊക്കെ ചെയ്തേച്ചൊക്കെയാണ് ചേർക്കുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കും അതൊന്നും ഇതിന് ചെയ്യേണ്ടാന്ന്. ഇതൊക്കെ ചെയ്യണം, പക്ഷെ ആദ്യം ഒരു കാര്യം വേറെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഫസ്റ്റ് ഐറ്റം നമ്പർ 1 എന്ന് എഴുതിയ ആ കംപ്ലീറ്റ് സാധനം വെച്ചിട്ട് നമുക്ക് മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐറ്റം നമ്പർ 1 അതെല്ലാം ഇതിനകത്ത് ചേർക്കണം. കുറച്ച് തൈര്, പിന്നെ ഇച്ചിരി ഗരം മസാല. ഗരം മസാല അറിയാലോ, 1 കിലോയ്ക്കുള്ള കണക്കിന് എടുത്തോണം. ഞാനിതിവിടെ ഇപ്പോൾ പൊടിച്ചു വെച്ചേക്കുവാണേ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അത് എപ്പോഴാണ് ചേർക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആ സമയത്ത് അതിനകത്ത് ചേർത്താൽ മതി. പിന്നെ ഇച്ചിരി മുളക് പൊടി,
പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെയാണ് ഒരു ഇച്ചിരി ഉപ്പ്. ഇപ്പം ഞാൻ ഇടുന്ന ഉപ്പ് അത്രയും പോരാ, പക്ഷെ എന്നാലും അത് ഇച്ചിരിയും കൂടി വേണ്ടി വരും. എന്നാലും നമ്മൾ ഇറച്ചിയിൽ ഇച്ചിരി ഒന്ന് പിടിക്കാനായിട്ടാണ് ഇത് ഇച്ചിരി പുരട്ടി വെക്കുന്നത്. നല്ലതായിട്ട് ഇറച്ചിയിൽ നല്ലതായിട്ട് അങ്ങോട്ട് തേച്ച് നമ്മുടെ ആ എന്നാ പറയുന്നത് ഗരം മസാലയും മുളക് പൊടിയും തൈരും എല്ലാം ഇതിനകത്ത് നല്ലതായിട്ട് അങ്ങ് പെരളണേ. കോഴിയെ ചേർക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു മസാല നമ്മുടെ മട്ടനെ ചേർക്കണം. വെച്ചാൽ അതിനൊരു ഇച്ചിരി എന്നാ പറയുന്നത് കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ ചേർക്കണം എന്നാ അമ്മച്ചിമാർ പറയുന്നത്. അതിൻ്റെ ഡീപ്പ് ഞാൻ അന്വേഷിച്ചിട്ടില്ല, അതുകൊണ്ട് ഇച്ചിരിയും കൂടെ ഒന്ന് ഇതിനകത്ത് ചേർത്തേക്കണം. അപ്പം ഇതിനി മാറിനേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇത് ഫ്രിഡ്ജിൽ വെക്കുവാന്നേലും കുഴപ്പമൊന്നുമില്ല, വെളിയിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് തണുപ്പ് കയറുകയല്ലേ, അന്നേരം ഇത് വേവാനായിട്ട് ഇച്ചിരി നേരം എടുക്കുവേ. അതുകൊണ്ട് നമുക്കത് വെളിയിൽ തന്നെ ഇരിക്കട്ടെ. ഇത് നമുക്ക് അടുപ്പ് കത്തിച്ചേച്ച് നെക്സ്റ്റ് ചെയ്യേണ്ടതാണേ. മട്ടനാന്നു ഒരു ഇച്ചിരി വേവുള്ള കൂട്ടത്തില, അന്നേരം നമ്മൾ ഈ പാനിൽ വേവിക്കാൻ നിന്നാൽ ഒക്കിയേല. പിന്നെ അന്നേരം കുക്കറിൽ തന്നെ വെക്കണം. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഗ്രേവി ആക്കാവേ. ഇതിനകത്തോട്ട് ബിരിയാണി അല്ലേ, അന്നേരം ഇച്ചിരി നെയ്യെ തന്നെ നമുക്ക് ചെയ്യാം. ഒരു ടീസ്പൂൺ കണക്കിനാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിയില്ലേ സവാള ഇതിനകത്തോട്ട് ഇടുക. സവാള ഇട്ടേച്ചു. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടണം. മട്ടനാന്നു അന്നേരം ഒരു 2 സ്പൂൺ നിറച്ചിട്ടോ. ഇപ്പം ഇതിനകത്ത് ഞാൻ ഒരുമിച്ച് തന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം ചേർത്തേക്കുക. ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി മൂത്തൊന്നും പോകേണ്ട. കാര്യം മൂത്ത് ഫ്രൈഡ് ഓണിയൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുവാന്നേ. അന്നേരം ഇത് ഗ്രേവിക്കുള്ളത്, അന്നേരം ഒത്തിരി മൂക്കമൊന്നും വേണ്ട. എന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ഇച്ചിരി മൂക്കവും വേണം. അതിൻ്റെ ആ ഒരു തന്നെ വരുന്ന റോ ടേസ്റ്റില്ലേ, പച്ചച്ചോവ എന്നൊക്കെ പറയുന്ന സാധനം, അതൊന്ന് പോയി കിട്ടണം. ഇച്ചിരി ഒരു ഷോർട്ട് ബ്രേക്ക് ശേഷം ഞാൻ ഇച്ചിരി ഒത്തിരി മൊരിച്ചില്ല, ഒരു കുറച്ച്. എന്നാൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ അത് മൊരിഞ്ഞിട്ടുണ്ടേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ പ്യൂരി. 1 കിലോയ്ക്കാന്നേൽ ഒരു 4 ടൊമാറ്റോയുടെ പ്യൂറെ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ ടൊമാറ്റോ പ്യൂറെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ടൊമാറ്റോ ഏറ്റവും കൊച്ചായിട്ട് അരിഞ്ഞേച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാമെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ചേർത്തേച്ച് ഇച്ചിരി നാരങ്ങാനീര് ചേർക്കണം. ഒരു നാരങ്ങയുടെ നീരാന്നേ. ഇനിയിപ്പോൾ എന്നാന്നോ അതൊരു നമ്മൾ ചേർത്തേക്കുന്ന നെയ്യാന്നേൽ ഇച്ചിരി ഒന്ന് തെളിയണം. അതുമാത്രമല്ല നമ്മൾ ആ ടൊമാറ്റോയുടെ വെള്ളമില്ലേ അതും ഒക്കെ ഒന്ന് വറ്റിയേച്ച് ആ നെയ്യ് ഒന്ന് തെളിഞ്ഞു വരുന്ന നേരം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞേച്ച് നമുക്ക് ബാക്കിയും കൂടെ ചേർക്കാം. അതിന് ഒത്തിരി നേരം ഒന്നും എടുക്കുകയില്ല, ഒരു ഇച്ചിരി നേരം എടുക്കത്തുള്ളൂ. പിന്നെ ഈ ടൊമാറ്റോ അടിക്കാൻ നേരം മിക്സിയിൽ അടിക്കാൻ നേരം ഒരു കാര്യം ഞാൻ പറയാം, വെള്ളം ഒട്ടും ഒഴിക്കല്ല. വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ അടിച്ചേച്ചാൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. അതായത് ഈ സമയത്ത് നമ്മൾ ടൊമാറ്റോ പ്യൂരൊക്കെ ചേർത്തേച്ച് വെള്ളം വറ്റിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേന് ഇരട്ടി പനിയാണ്. വെള്ളവും കൂടെ ഒഴിക്കുമ്പോഴത്തേന് ആ വെള്ളവും വറ്റണം, ടൊമാറ്റോയിലെ വെള്ളവും വറ്റണം. അപ്പോൾ എന്തോരം നേരം പോവും, ഗ്യാസും ഒരുപാട് തീർന്നു കിട്ടും. അങ്ങനത്തോട് വേണ്ട, വെള്ളം ഒട്ടും ഒഴിക്കരുത്. വേണ്ടത് കേട്ടോ, ഒരുപാട് നേരമൊന്നുമില്ല. നെയ്യൊക്കെ തെളിഞ്ഞ് വരാനായിട്ട് എത്ര നേരമുണ്ട്, ഇച്ചിരി നേരം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഇച്ചിരി മല്ലിയിലയും ഇച്ചിരി പുതിന ഇലയും കൂടെ ചേർക്കുക. ഒത്തിരി വേണ്ട, കുറച്ച്. എത്രയാന്ന് വെച്ചാൽ ഒരു ഹാൻഡ് ഫുൾ, അതായത് ഒരു പിടി കണക്കെന്നൊക്കെ പറയും. പക്ഷെ പുതിന ഇല അങ്ങനെ ഇടല്ലേ, ഒരു മുഴുത്ത ഇല ആന്നേൽ ഒരു 10 എണ്ണം ഇപ്പം ഇടുക. പിന്നെ അത് കഴിഞ്ഞേച്ച് നമുക്ക് ചേർക്കാം.
ഇല്ലെന്നുണ്ടേലുണ്ടല്ലോ മണവും വരികയില്ല നമ്മൾ ആ ഇറച്ചി അങ്ങോട്ട് വെന്ത് കഴിയുമ്പോഴത്തേന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാ നമ്മുടെ മട്ടണ്. ഇനി അഥവാ നമുക്ക് ഇച്ചിരി എരിവും കൂടിയൊക്കെ വേണമെന്ന് തോന്നുവാന്നേൽ ഈ ഗ്രേവി കൂടെ കുറച്ചുകൂടെ ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് തന്നെ മതി. ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞ പോട്ടെ എപ്പോഴും പറയുന്ന കൂട്ടെ എനിക്ക് ബേസിക്കലി കുറച്ച് എരിവ് കുറവാണ്, അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ മതിയാവും. അതല്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോണേ. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് അധികം എരിവില്ലാത്ത മുളകാണ്, മറ്റേ എന്താ പറയുക പച്ചമുളക് കുറച്ചുകൂടെ ചേർത്തേച്ചാലും മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മട്ടൺ ചേർക്കണം. ഉപ്പ് ചേർത്തിട്ടുണ്ടേ, അന്നേരം ഞാൻ ഇനി ചേർക്കുകയില്ല. നമ്മുടെ ഇറച്ചിയെ പിടിക്കാനുള്ള ഉപ്പുണ്ട്, പിന്നെ ആ ഗ്രേവിക്ക് മാത്രമേ ഇച്ചിരി കുറവ് കാണുകയുള്ളൂ. അത് വെന്തേച്ച് നോക്കിയാൽ മതി. കാര്യം വെച്ചാൽ ഇറച്ചിയെ പിടിച്ചേച്ച് ബാക്കി വരുന്നതിനകത്തുള്ള ഉപ്പ് മാത്രം ചേർത്തേച്ചാൽ മതി. ഞാൻ ചേർക്കുകയില്ല, വേവിച്ചതിന് മാത്രമേ ചേർക്കുള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് നമ്മൾ തേങ്ങായും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചേക്കുമല്ലേ, അതിനകത്തോട്ട് ചേർക്കണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ചേർക്കുമ്പോഴത്തേക്ക് അടി പിടിക്കുകയല്ലേന്ന്. ഇല്ല കേട്ടോ, അടി പിടിക്കുകയില്ല. മട്ടണത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അല്ലാതെ തന്നെ മട്ടൺ വേവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താലേ ഒക്കത്തുള്ളൂ. ഇത്രേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഇനി നമുക്ക് അടപ്പ് വെച്ചേച്ച് ഇത് വേവിച്ചെടുക്കണം. പക്ഷെ എന്നാന്നറിയോ, ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഈ പാനെ വെച്ചാലൊന്നും മട്ടൺ വേവുകയില്ല. ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഞാൻ തരാം. സപ്പോസ് നമ്മളിങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചോ, ഇച്ചിരി പച്ച കപ്പളങ്ങ ഇല്ലേ, പപ്പായ എടുത്തേച്ച് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് ഇതിനകത്തോട്ട് ചേർക്കുവാന്നേൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ അത് നമ്മൾ ഈ മട്ടൺ എന്നാ പറയുക കറിയോ അല്ലെങ്കിൽ ഓലത്തിയോ അങ്ങനെ എന്നേലും വെക്കുവാന്നേൽ ചേർത്തേച്ചാൽ മതി. പക്ഷെ ബിരിയാണി വെക്കുന്ന മട്ടൺ ആന്നേൽ ഒരു ഇച്ചിരി ടേസ്റ്റ് ഡിഫറൻസ് വരുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്തായാലും ഇച്ചിരി ചേർത്താൽ മട്ടണും ബീഫും ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ് ചിക്കനെ ചേർത്തേക്കല്ല, അതിന് ഒന്നാമതേ വേവില്ല. പിന്നെ ഇതുകൂടെ ചേർക്കുവാന്നുള്ള ചിക്കൻ്റെ അവസ്ഥയെ കൂടെ ആലോചിച്ചേ ചേർക്കാവുള്ളൂ. വേവ് കൂടുതലുള്ള ഇറച്ചിക്ക് ഇച്ചിരി പപ്പായ ചേർത്താൽ നല്ലതാന്ന് പറയും. അപ്പം ഇനി എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വെച്ചാൽ വേവുകയില്ല. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ എൻ്റെ പ്രഷർ കുക്കർ കഴുകിയില്ല. അത് കഴുകിയാലേ എനിക്ക് അതിനോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു ബ്രേക്ക് എനിക്ക് തരണം. പക്ഷെ അതിന് മുന്നേ ഒരു കാര്യം പറയാം. എന്നാന്ന് വെച്ചാൽ ഈ നമ്മുടെ ഷാജഹാൻ ബിരിയാണി ഇന്നിവിടെ കഴിക്കാൻ വരുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്, അതായത് 100 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എപ്പിസോഡിൽ ഐശ്വര്യമായിട്ട് വരുന്നത് ലെനയാണ് ഇന്നിവിടെ വരാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ലെനയെ പറ്റി അറിയാം, ലെന ചെയ്ത ക്യാരക്ടേഴ്സിനെ കുറിച്ച് അറിയാം. പക്ഷെ ഒരുപാട് അപ്പാർട്ട് ഫ്രം സിനിമ വേറൊരു എന്നാ പറയുന്നത് പുള്ളിക്കാരത്തി ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്നുള്ളതല്ല ഇപ്പോൾ ആലോചിക്കുന്നത്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വെദർ ഷീ ഈസ് എ ഡോക്ടർ ഓർ നോട്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ. അതിപ്പോൾ പറഞ്ഞാലേ സസ്പെൻസ് പൊളിയും. മാത്രമല്ല മട്ടൺ വെന്തിട്ട് എനിക്ക് ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ സമയമെടുക്കും. നമ്മുടെ മട്ടണേ ഞാൻ ഇടയിലൊന്ന് കുക്കറിലിട്ടു, പക്ഷേ മട്ടൺ ഇച്ചിരി ഒരു എന്നാ പറയുന്നത് ടെൻഡർ ആയതുകൊണ്ടേ അത് പെട്ടെന്ന് ഈ പാനെ തന്നെ അങ്ങ് വെന്തു. പക്ഷേ ഞാൻ കുക്കറിൽ ഒരു വിസിലെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിനകത്ത് നിന്ന് ഒത്തിരി വെള്ളം വരും. അതിനുശേഷം ഞാൻ ആ പാനയിലിട്ട് വറ്റിച്ച് നല്ല പെരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിനൊരു ദം ആക്കണം. ബിരിയാണി ആകുമ്പോൾ നാച്ചുറൽ ദം വേണം. പക്ഷെ ദം നമ്മൾ ഈ പറഞ്ഞ കൂട്ട് കനലയിലൊക്കെ അല്ലേ ഇടുന്നത്. പക്ഷേ നമുക്കത് ഒക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം. ദം ബേസിക്കലി നമ്മൾ സ്റ്റൗവിൽ ചെയ്യുവാണെങ്കിൽ ഒരു ദോശക്കല്ല് വെച്ചേച്ച് ദോശക്കല്ല് നല്ലിട്ട് ചൂടാക്കണേ. ചൂടാക്കി വെച്ചാൽ അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ദം ഇടുന്ന ഏത് പാത്രമാണെന്നോ എന്നിട്ട് ആ തവയുടെ മുകളിലോട്ട് എടുത്ത് വെക്കുക ഫോർ 5 minutes. നല്ലോണം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ആവി കയറും, അടിയിലൊന്നും പിടിക്കുകയില്ല. പക്ഷെ ഇപ്പം നമുക്ക് അതിന് നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദം ഇടുന്ന മാത്രം കാണിച്ചു തരാം. മാത്രമല്ല നമുക്ക് ലെനയ്ക്ക് കൊടുക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബൗളിലേക്ക് മാത്രം ഡിമോൾഡ് ചെയ്തും കാണിച്ചു തരാം. ഇപ്പോൾ 2 വേർഷനും ആയില്ലേ. അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിൽ ആ ഒരു ഗസ്റ്റിന് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ബൗള് ഇതിലാന്നു ഞാൻ ഡിമോൾഡ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ദം ഇടാൻ പോകുന്ന പാത്രം ഏതാണെന്നറിയോ?
ഈ പാത്രത്തിൽ ദമ്മിടാം. അപ്പോൾ എന്നാ ചെയ്യണ്ടേ, ഫസ്റ്റ് നമ്മൾ രണ്ടായാലും കുറച്ച് നെയ്യ് അതിനകത്തോട്ട് തൂക്കണേ. ഈ പാത്രം ഒരു ഇച്ചിരി ഒന്ന് ചൂടാക്കിക്കോട്ടെ, അതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യ്, ഒത്തിരി ഒന്നും വേണ്ട, ഒരു ഇച്ചിരി നെയ്യ്. ബിരിയാണി ആണെങ്കിലും ഞാൻ സാധാ ബിരിയാണി നമ്മൾ ചെയ്യുന്ന കൂട്ടൊന്നും ഒത്തിരി നെയ്യ് ചേർത്തിട്ടില്ല, ഉള്ളി വഴറ്റാൻ നേരം മാത്രമേ ഉള്ളൂ. പക്ഷെ മട്ടൺ ബേസിക്കലി ഒരു ഇച്ചിരി ഫാറ്റുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട്. പക്ഷെ ബിരിയാണിക്ക് സ്വാദ് മട്ടനുമാണ്, എന്നാ ചെയ്യാൻ ഒക്കുമല്ലേ. പക്ഷെ സ്വാദുള്ള ഒരു ആഹാരം നമുക്ക് കഴിച്ചല്ലേ ഒക്കത്തുള്ളൂ. പാത്രം ചൂടായി, നെയ്യ് ഉരുകി, ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. ഇതിലേക്ക് ഫസ്റ്റ് ലെയർ ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ദം പാത്രത്തിലേക്ക് ഫസ്റ്റ് ലെയർ ഇടാൻ പോകുന്ന ഇച്ചിരി ചോറ്. ഫസ്റ്റ് ലെയർ ആണേ. ഇനി സെക്കൻഡ് എന്നാ ചെയ്യേണ്ടതെന്നറിയാം, നമ്മൾ ഇനി ഡീമോൾഡ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലാണ്. അതിനകത്ത് ഒരു ഇച്ചിരി നെയ്യ് ഒന്ന് തൂത്തേച്ച് ഇതിനകത്തോട്ട് ഫസ്റ്റ് ഡീമോൾഡ് ചെയ്യാൻ പോവുക. അപ്പോൾ ഫസ്റ്റ് ലെയർ എന്നാ വേണ്ടിയത്, നമ്മുടെ ഫ്രൈഡ് ഓണിയൻസ്, അതായത് വറുത്ത് വെച്ച ഉള്ളിയാന്നേ, അതും കുറച്ചിട്ടേച്ച് അതിന് മേലെ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് വെക്കുക, കുറച്ച് മുന്തിരിങ്ങ വയ്ക്കുക, ഇച്ചിരി മല്ലിയില, ഒരു 2 മിനിറ്റ്, ഇത്രയും മാത്രം മതി. എന്നേച്ച് ഒരു ഇച്ചിരി ചോറ് അതിൻ്റെ പുറത്ത്. ബൗളിനകത്ത് വയ്ക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി അമർത്തി വയ്ക്കണേ, അല്ലെങ്കിൽ ഇനിയാന്നു ഇതിനകത്ത് രണ്ടിനകത്തോട്ടും നമ്മുടെ ചിക്കൻ ഇടാൻ പോവാ. ചിക്കൻ അല്ല, സോറി, മട്ടൺ. ഇച്ചിരി ഗ്രേവിയോടെ ചേർത്ത് തന്നെ എടുക്കണേ. ഇതിവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമ്മുടെ പാത്രത്തിനകത്തോട്ടാ. നെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് ലെയർ ഇട്ടു, ഇനി സെക്കൻഡ് ലെയർ ഞാൻ ഇച്ചിരി ചോറിടാൻ പോവാം. ഇത് സ്പൂണൊക്കെ ഉപയോഗിച്ച് ഇടാൻ ഒക്കെയല്ല, കാര്യം അതിങ്ങനെ എന്നാ നമ്മൾ ചോറ് വാർക്കാൻ നേരം ഇച്ചിരി അതൊരു കട്ടിയായിട്ട് കിടക്കുക അവിടെ. അന്നേരം അതൊക്കെ ഇച്ചിരി ഉടച്ച് കളയാൻ അന്നേൽ നമ്മുടെ കയ്യേ ഒക്കത്തുള്ളൂ. ഡീമോൾഡിങ് ബൗളിലേക്ക് മാത്രം ഒരിച്ചിരി നല്ലതായിട്ട് അമർത്തി, അതായത് നമ്മൾ അതിനെ തിരിച്ച് ഡീമോൾഡ് ചെയ്യുമ്പോഴത്തേന് അത് കറക്റ്റായിട്ട് ആ ബൗളിൻ്റെ ഷേപ്പിൽ തന്നെ വരണ്ടേ, അതുകൊണ്ട് ഇച്ചിരി നമ്മളൊന്ന് ടൈറ്റ് ആക്കുന്നത്. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ അടുത്ത ലെയർ ഇതിലോട്ടിടുക. ഇനി ഇതിൻ്റെ മേളിലേക്ക് ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി എസൻസ് ഒഴിക്കണേ. അതായത് നമ്മുടെ ഇതിനകത്ത് റോസ് വാട്ടർ, പൈനാപ്പിൾ ഏതായാലും വേണ്ട, കുഴപ്പമില്ല. പക്ഷെ മോർ ഫ്ലേവറിങ് ഞാൻ ഉണ്ടാക്കിയതിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വാനില ഫ്ലേവറാണ്. ഇതിൻ്റെ അകത്ത് കൂടെ കുറച്ച് അന്നേച്ച് ഇതിൻ്റെ മേലിൽ കുറച്ച് ഫ്രൈഡ് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി അണ്ടിപ്പരിപ്പ്. ഇത് നെയ്യിൽ വറുത്തിടാം, നോ പ്രോബ്ലം. മട്ടൺ ഇച്ചിരി ഫാറ്റാന്നു, നമ്മൾ നെയ്യിലാണ് ഇച്ചിരി വഴറ്റിയത്, അതുകൊണ്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തില്ല എന്നും പറഞ്ഞ് വഴക്ക് പറയരുത്. വറുത്താൽ കുറച്ചുകൂടെ രുചിയാ. പിന്നെ ഒരു ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും.
എന്താ നല്ല മണമാണെന്നറിയോ ശരിക്കും കേട്ടോ. ഇതിനൊരു പ്രത്യേക ഫ്ലേവറാ. ഇനിയാന്നു നമ്മൾ ഇതങ്ങോട്ട് അടച്ചിട്ടേച്ച് ഒരു നല്ല ഒരു ചപ്പാത്തി കല്ലില്ലേ, അതാ കറക്റ്റ്. അന്നേരം ആ ഇരുമ്പ് ചട്ടി നല്ലതായിട്ട് അങ്ങോട്ട് ചൂടാക്കി വെച്ച് ഇത് അടച്ചിട്ടിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചൂടാവുന്നതിന് മുന്നേ ഒരു അവിടെ ഇവിടെ ഇങ്ങനെ ഒക്കെ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക, അത്രമാത്രം. അപ്പം നെയ്യും കൂടെ ഒന്ന് ചൂടായിട്ട് നമ്മുടെ ചോറിനകത്തോട് ഇങ്ങനെ വരുമ്പോഴത്തേന് എന്തോ ഒരു ടേസ്റ്റ്, ഒരു പപ്പടവും സാലഡും കൂടെ ഒക്കെ വെച്ച് നല്ല രുചിയായിട്ട് കഴിക്കണം. കൊതി വരുന്നില്ലേ? വീട്ടിൽ വേഗം ഉണ്ടാക്കിക്കോ. അടുക്കള ഒന്ന് വൃത്തിയാക്കിക്കോട്ടെ, ഒരു ഇച്ചിരി സമയം കുറച്ച്. ഇതാണ് നമ്മുടെ ഷാജഹാനി ബിരിയാണി. ഇത് നമ്മൾ ഡിമോൾഡ് ചെയ്തേക്കുക, പക്ഷെ ഇതിനകത്ത് ദമ്മിട്ടേക്കുക കേട്ടോ. അതിപ്പോൾ നമുക്ക് കഴിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ആ ചൂടിൽ കുറച്ച് നേരം ആ ചോറിലൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ടേസ്റ്റ് ഇസ് ഡിഫറെന്റ്. ടേസ്റ്റഡ്. ഹായ്, ഹലോ, നമസ്തേ, ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. താങ്ക് യു സോ മച്ച്. ഞാനേ ശരിക്കും ഒരു കാര്യം പറയട്ടില്ലെന്ന്, ഞാൻ ഇതുവരെ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷെ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ലല്ലോ. കണ്ടോ, ഇന്നാണ് നമ്മുടെ ഈ അടുക്കള അതിനു വേണ്ടി ഒരു ഡയസ് ആക്കിയേക്കുക അല്ലെ. എന്നാ അതിൽ തന്നെ നോക്കുന്നേ. അതാ ഞങ്ങൾ എന്നാന്നറിയോ ചെയ്യുന്നത്, ഒരു ഷാജഹാനി ബിരിയാണിയാണ്. ഷാജഹാൻ എന്ന് കേൾക്കുമ്പോ നെക്സ്റ്റ് പാർട്ട് അറിയാലോ, മുംതാസ്. അത്ര സ്നേഹത്തോടെ ഞങ്ങൾ ഉണ്ടാക്കിയ ബിരിയാണി, പിന്നെ അത് അത്ര ടേസ്റ്റ് ആണു. കഴിച്ചു നോക്കിയേച്ച് പറയാം. ഞാൻ എന്തായാലും കഴിക്കും, എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ ഇങ്ങനെ മണം പിടിച്ചാ വന്നത്. ഇത് നേരെ അപ്പൊ റൂട്ട് തെറ്റിയിട്ടില്ല, കിട്ടി. ഞാൻ ശരിക്കും ഒരു കാര്യം ചോദിക്കാൻ വിചാരിച്ചേട്ടോ, അമ്മ എന്താ കൂട്ടത്തിൽ വരാഞ്ഞേ? ഞാൻ അമ്മയെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു ഇവിടെ. അമ്മ വന്നാൽ അമ്മയായിരിക്കും കുക്ക് ചെയ്യുന്നത്. വെരി ഗുഡ്. അതുകൊണ്ടാണ് അടി വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ശരിക്കും അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചേ അമ്മ എന്ത് ചെയ്യുന്നത്. അമ്മയ്ക്ക് ഭയങ്കര കുക്കിങ്ങിനോടൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. കുക്കിങ്ങിനേക്കാളും ബേക്കിങ്ങിന്റെ ആളാണ്. അപ്പൊ ഈ കേക്ക്സും വെറൈറ്റി കേക്ക്സും അതിന്റെ ഡിസൈനർ കേക്ക്സും ഒക്കെയാണ്. ദൈവമേ, ഞങ്ങള് മിസ്സായി. നെക്സ്റ്റ് ടൈം ഇങ്ങോട്ട് വിടാം, ഞാൻ വരാതെ. എനിക്ക് ഇങ്ങോട്ട് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. ഇത്രയും നേരം വർത്താനം പറയാനും പറ്റുന്നില്ല. ഞാൻ വരുമ്പോ കേട്ടു ദമ്മിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് മതി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടോ, ദമ്മിനാന്ന് കുറച്ചുകൂടെ ടേസ്റ്റ്. ഡെഫിനറ്റ്ലി. അതിപ്പോ ഏത് പോലീസുകാരനും അറിയാം. ഞാൻ ശരിക്കും ഒരു കാര്യം ചെയ്യട്ടെ അല്ലേ. ഇപ്പൊ ഞാൻ ഒരു വർത്താനം പറയുവാന്നേല് ഐ തിങ്ക് യു ആർ ബേസിക്കലി ഫ്രം തൃശ്ശൂർ അല്ലേ? അതെ അല്ലേ? പക്ഷെ ലെനയുടെ വർത്താനത്തിലുണ്ടല്ലോ ആ ഒരു തൃശ്ശൂർ ഭാഷ. തൃശ്ശൂർ പക്ഷെ ശരിക്കും പറഞ്ഞ ഒരു പൂരത്തിന്റെ നാടല്ലേ. അന്നേരം ആ ഭാഷയിൽ എനിക്ക് തോന്നിയതാട്ടോ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു എന്തുട്ടാ കുട്ടിയെ എവിടെട്ടാ പോണേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളിങ്ങനെ പെടുപ്പിക്കില്ലേ. അപ്പൊ ഞാൻ ചില സമയമൊക്കെ ചിലർ വർത്താനം വരുമ്പോ ഇങ്ങനെ കണ്ണ് നാച്ചുറൽ അടഞ്ഞു പോട്ടോ. പക്ഷെ എനിക്ക് ആ ഒരു വർത്താനത്തിലേ ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം ലാൽ സർ ഒരു ക്യാരക്ടർ പോലെ ഞാൻ വളരെ ബുദ്ധിമുട്ടി മാറ്റിയെടുത്തതാണ്. ആക്ച്വലി ചെറിയൊരു സ്ലാങ് ഉണ്ട്. ഞാനിപ്പോ കുറെ നേരം ആനിയോട് സംസാരിച്ചോണ്ടിരുന്ന എന്തുവാ എന്നതാ ഒക്കത്തില്ല അതൊക്കെ വരും. എന്നുവെച്ചാൽ ഭയങ്കര കെമിലിയണിലേക്കാണ് എന്റെ മലയാളം. ഞാനൊരു 12 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മലയാളം പഠിച്ചത്, സംസാരിക്കാൻ. നമ്മള് കേരളത്തിൽ ഇല്ലായിരുന്നു. ഗുവാഹട്ടി, ഷില്ലോങ് അങ്ങനെ ആയിരുന്നു കുട്ടിക്കാലം. അപ്പോൾ 12ാമത്തെ വയസ്സിലാണ് മലയാളം പഠിച്ചത്. ഭയങ്കര തൃശ്ശൂർ ആക്സെന്റ്, എന്ന് വെച്ചാൽ തൃശ്ശൂർ വെച്ചാണ് മലയാളം പഠിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഫിലിമിൽ എന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു. ജയറാമേട്ടനൊക്കെ ഭയങ്കരമായിട്ട് റാഗ് ചെയ്തിട്ടുണ്ട്. നീ ആരാ, ഇന്നസെന്റിന്റെ മോളാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടി മാറ്റിയെടുത്തതാണ് ആ സ്ലാങ്. ആ സ്ലാങ്ങേ മാറ്റി പറ്റാവുന്ന അത്രയും. ഇല്ല, അമ്മയ്ക്ക് സ്ലാങ് ഇല്ല. അമ്മ ആക്ച്വലി കൊച്ചിന്നാണ്. അമ്മയ്ക്ക് തൃശ്ശൂർ ഭാഷ ഇല്ല. ഇല്ല. അപ്പൊ ഇപ്പൊ തൃശ്ശൂർ ആരുണ്ട്? ഇപ്പൊ അമ്മയുണ്ട്, തൃശ്ശൂരുണ്ട്. അച്ഛൻ വീക്കെൻഡ്സിൽ വരും, ബാംഗ്ലൂരിൽ ജോലിയിലാണ്. ഓക്കെ. വിശേഷം ഒത്തിരി ഉണ്ട് ചോദിക്കാൻ. കാരണം ലെനയോട് ഞാൻ തന്നെ ആന്നേലും ഈ പറഞ്ഞ കൂട്ട് ഫംഗ്ഷൻസിനാന്നേലും പോലും അധികം വർത്താനം പറഞ്ഞിട്ടില്ല. എനിക്ക് എന്തായാലും ലെനയെ കിട്ടിയ അവസരം ഞാൻ എന്തായാലും പാഴാക്കുകയല്ല, നമ്മൾ പാഴാക്കുകയല്ല. അതാ ഏറ്റവും ശരിയല്ലേ. പിന്നെ ഇതിനോട് അധികം നമ്മൾ നോക്കിക്കുകയല്ല. അത് കഴിഞ്ഞ വർത്താനം തുടങ്ങിയിട്ട് കഴിച്ചു തുടങ്ങിയ പിന്നെ വർത്താനം ഇച്ചിരി വരികയല്ല. അന്നേരം
ഞാൻ നോക്കാണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒറ്റ കൈ വെച്ചിങ്ങനെ മറിച്ചാ പിന്നെ ഒന്നും കാണുമല്ലോ. ക്ഷമയൊക്കെ നശിച്ചു. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇരുന്ന് വർത്താനവും പറഞ്ഞ് ഷാജഹാനെ ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് കേൾക്കാൻ കാത്തിരിക്കുന്നു. വരും. ആനീസ് കിച്ചൻ കേട്ട് തുടങ്ങി വരാൻ നോക്കിയിട്ടൊക്കെ പറ്റിയിട്ടില്ല ഇതുവരെ. ഇന്ന് ഞാൻ ഷാജഹാനി ബിരിയാണി കഴിച്ചിട്ടുള്ളൂ. കാര്യം എന്തൊക്കെ പറഞ്ഞോണ്ട് അവിടെ പോയിരുന്നേ, പരദൂഷണമായിട്ട് എടുക്കണോ നല്ല രീതിയിൽ എടുക്കണോ എന്നിപ്പോ ആദ്യം ആലോചിച്ചിട്ട് ബിരിയാണി തരാം. ഞാൻ ഇവിടെ വരണമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി ആക്ച്വലി. ടു ബി ഫ്രാങ്ക്, ടു ബി ഫ്രാങ്ക്, ബിക്കോസ് ഞാൻ ഭയങ്കര ഫുഡിയാണ്. നോട്ട് ബാഡ്. അപ്പോ എനിക്ക് ഇവിടുത്തെ വിഭവങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാനിവിടെ വരുമ്പോ എന്തായിരിക്കും സ്പെഷ്യാലിറ്റി എന്ന് ആലോചിച്ചിരിക്കായിരുന്നു. വെരി ഗുഡ്. ആക്ച്വലി എന്താണ് നോർമൽ നമ്മുടെ ബിരിയാണിയും ഈ ഷാജഹാനി ബിരിയാണിയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഒത്തിരി എളുപ്പാന്ന് പറഞ്ഞാൽ നമുക്ക് മെനക്കെടണ്ട. അതോട് കാര്യം ഞാൻ പറയാം. മാരിനേറ്റ് ചെയ്ത് വെക്കുക, ബാക്കിയെല്ലാം അങ്ങ് ചേർക്കുക, എടുക്കുക, അത്രേ ഉള്ളൂ. മറ്റേ ഇച്ചിരി ഒരു പ്രയാസപ്പെട്ട പണിയാന്നു മറ്റേ സാധാ ബിരിയാണി നമ്മൾ ചെയ്യുമ്പോൾ. അത് അത്ര പ്രയാസമില്ല, പക്ഷെ ടേസ്റ്റ് ഇസ് ഓൾസോ ഡിഫറെന്റ്. നമ്മൾ സാധാ ബിരിയാണിയിൽ കാഷ്നട്ട് അരച്ചൊന്നും ചേർക്കുകയില്ല. അരച്ച് ചേർത്തിട്ടുണ്ടാവും. ഡയറ്റ് കോൺഷ്യസ് ആണ്. നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കഴിക്കാം, സ്ലിം ചെയ്യാനുള്ളപ്പോ നമുക്ക് അതിനുള്ള വഴികളുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാ, പക്ഷെ ഞാൻ കഴിക്കുമ്പോ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ, സ്ലിം പിന്നെ ആലോചിക്കാറുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്ര ഫുഡിയാന്ന് പറഞ്ഞു, അപ്പൊ അമ്മ ഭയങ്കരമായിട്ട് പാചകം ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ശരിക്കും ആ ഒരു ടേസ്റ്റ് അല്ല എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് കുക്കിങ്ങിൽ വലിയ ഇഷ്ടമല്ല എന്നല്ല, താല്പര്യമുണ്ട്, പക്ഷെ അതിനുള്ളൊരു സാഹചര്യം കിട്ടാറില്ല. ഞാൻ എപ്പോഴും നല്ല കുക്സിന്റെ ഇടയിലാണ് എപ്പോഴും. പിന്നെ ഞാൻ എന്തിനായി ബുദ്ധിമുട്ടുണ്ട്. അതാ, നമുക്ക് ഇത്ര നല്ലതായിട്ട് ഒരു ഭക്ഷണം കിട്ടുമ്പോ ഇവിടെയും അതൊരു എക്സാമ്പിൾ അല്ലേ. അത്രേ ഉള്ളൂ. മിട്ടിക്ക് അയ്യോ സത്യാട്ടോ, അതാണ് ആ പറഞ്ഞ നന്നായിട്ടുണ്ട്. ആ സത്യവാ പറഞ്ഞ, നമ്മുടെ യോഗം എന്നൊക്കെ എപ്പോഴും പറയും. എപ്പോഴും നന്നായിട്ട് കുക്ക് ചെയ്യുന്നവർ എന്റെ അടുത്തുണ്ടാവും. അയ്യോ, ഇത് തന്നെ ഒരു എക്സാമ്പിൾ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ പിന്നെ കൂടുതലൊരു കാര്യം ഞാൻ പറയാം. ഞാൻ കൂടുതൽ വർത്താനം പറയുന്നില്ല, ഞാൻ ഇതങ്ങ് തരാം, എന്നേച്ച് ബാക്കി നമുക്ക് സംസാരിക്കാം. ഞാനിത് കേൾക്കാൻ കാത്തിരിക്കുന്നു കുറെ നേരമായിട്ട്. പക്ഷേ ഇത്ര ലേഡി ലൈക്ക്, ഇത്രയും വളരെ ഡെലിക്കേറ്റ്, വളരെ വളരെ ലേഡി ലൈക്ക് ആയിട്ടുള്ള ഒരാളെ ഞാനത് പറയാൻ കാരണം എന്താ അറിയോ, എൻ്റെ മനസ്സിൽ എപ്പോഴും, അല്ലെങ്കിൽ ആനി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മനസ്സിൽ വരുന്നത് അമ്മയാണ്. സത്യം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്താ പറയാൻ സത്യമായിട്ടും അന്ന് ആ ഇമേജ് ഉണ്ടല്ലോ, അത് മനസ്സിൽ നിന്ന് പോവില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ ആ ക്യാരക്ടർ ആ ക്യാരക്ടർ ഞാൻ അത്രയും ചെയ്തു. ആ ഫുൾ ക്രെഡിറ്റ് മേനൻ അങ്കിളിന് കൊടുക്കണം. ഓഫ് കോഴ്സ് എന്നാലും കുറച്ചു നേരം ആലോചിക്കാനുള്ള സമയമുണ്ട് അല്ലേ. കഴിക്കൂ, അപ്പൊ ഞാൻ വെള്ളം തരാം. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ ഞാൻ ഷാജഹാനി ബിരിയാണി എന്റെ കൈ വെച്ച് കഴിക്കുകയാണ്. കൈ വെച്ച് കഴിക്കുന്നതിനായി എനിക്ക് സ്പൂൺ വെച്ചൊന്നും ബിരിയാണി കഴിക്കാൻ പറ്റില്ല, സോറി. ഇത് മട്ടൺ ആണോ? അതെ. ബിരിയാണി ഷാജഹാനിന് വെച്ചു കൊടുത്ത പോലെ ഇത്ര സ്നേഹത്തോടെ വെച്ചിട്ടുണ്ടാവില്ല. Cheers. ലേന ഇവിടെ ഡോണ്ട് ഡിസ്റ്റർബ്. ഉയ്യോ ദൈവമേ, നമുക്ക് വർത്താനൊന്നും പറയാനൊക്കെ അല്ലേ. ഷാജഹാൻ നല്ലതാണ്. സൂപ്പർ സൂപ്പർ. ഞാൻ ബിരിയാണി ഫാനാണ്, പക്ഷെ ഇങ്ങനത്തെ ഒരു ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ്. ഇത് ക്വൈറ്റ് ഡിഫറെന്റ് ആട്ടോ. ഡെഫിനറ്റ്ലി. ഇതേ ഈ മുഗ്ലായ് ബിരിയാണി ഉണ്ട് അല്ലേ, ആ മട്ടന്റെ ഫ്ലേവർ ഉണ്ട്, പക്ഷെ നാട്ടിലെ എന്തൊക്കെയോ ഫ്ലേവേഴ്സ് ഉണ്ട്. ടു മച്ച്. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും, അതായത് നമ്മുടെ മലയാളികൾക്ക് എല്ലാവരും വീട്ടിൽ ഈ സാധനം ഉണ്ടാക്കണം അല്ല, അതാണ് ഏറ്റവും സന്തോഷം. ഇത് ഈസിയാന്നാ പറയുന്നത് ഉണ്ടാക്കാൻ? വെരി ഈസി. എനിക്കും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരൂ. ഇത് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല ആ ക്ലാസ്സിൽ, ഞാൻ ആബ്സെന്റ് ആയിരുന്നു മാഡം. ടീച്ചർ കുട്ടിയായി, അപ്പൊ ഈ സമയത്ത് ചൂരിലെടുക്കണോ പ്ലീസ്? എനിക്ക് ഈ റെസിപ്പി വേണം. ഞാനിത് എന്തായാലും ഉണ്ടാക്കി നോക്കാം, എളുപ്പം പറഞ്ഞ സ്ഥിതിക്ക്. ഓക്കെ, ഞാൻ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇതൊക്കെ വിളമ്പണ്ടേ? ഞാൻ തരാം.
പപ്പടം ബിരിയാണിയുടെ കൂടെ കഴിക്കുന്നത് നമ്മൾ മലയാളികളാണ്. ആ ശരിയാട്ടോ, ആ ബാക്കി ഒരു സ്ഥലത്ത് പോയാലും അവര് പപ്പടം തരില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം. മുട്ട ഉണ്ടാവും, പിന്നെ അതൊക്കെ ഉണ്ടാവും. ഞാൻ ഈ തപ്പി നടന്ന് ബിരിയാണി കഴിക്കുന്ന ആളാ. ഹൈദരാബാദ് തൊട്ട് തമിഴ്നാട് ബിരിയാണീസ്, അങ്ങനെ ദിണ്ടുക്കൽ ബിരിയാണി, ഈ ബിരിയാണി ആ ബിരിയാണി എല്ലാം ട്രൈ ചെയ്താലും ഇതുണ്ടാവില്ല, പപ്പടം ഉണ്ടാവില്ല. നമുക്ക് പപ്പടം വേണം. നമ്മുടെ കേരളയിൽ മാത്രമേ ഉള്ളൂ ഈ പപ്പടം. ക്ലാസ്സിലൊക്കെ പഠിക്കും, സ്കൂൾ ഡേയ്സ്, കോളേജ് ഡേയ്സ്, അന്ന് ടീച്ചേഴ്സൊക്കെ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നാന്നറിയോ, നിങ്ങൾ വലുതാവുമ്പോ എന്താവണം, അതെന്താവണം എന്നൊക്കെ ചോദിക്കും. ചോദിച്ചിട്ടേ ഇല്ല ആരും. ഞാൻ ഭയങ്കര പഠിപ്പിച്ചിട്ടായിരുന്നു. അതെ, പഠിക്കാൻ നല്ല മിടിക്കുകയാണെന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം. ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഞാൻ നാസയിലെ സയന്റിസ്റ്റ് ആവുന്ന വിചാരിച്ചിരുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സിനിമയിൽ വന്നത്, 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ. അപ്പൊ നാസ ഉറപ്പായിരുന്നു. അപ്പൊ അതോടുകൂടെ എല്ലാവർക്കും മനസ്സിലായി ഇനി ഈ കുട്ടിയെ അധികം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ല, ശരിക്കും ഞാൻ ചോദിക്കാം, അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ ഫേസ്ഡ് സച്ച് എ ക്വസ്റ്റ്യൻ? പിന്നെ എന്നാ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പൈലറ്റ് ആവണമായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേ, പൈലറ്റ് ആവണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കോഴ്സൊക്കെ. അപ്പൊ എൻ്റെ അച്ഛൻ ചെയ്തത്, അന്നത്തെ ന്യൂസ് പേപ്പറിൽ വന്നൊരു ആർട്ടിക്കിൾ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ ഇട്ട് തന്നു. 11,000 അൺഎംപ്ലോയിഡ് പൈലറ്റ്സ് ഇൻ ഇന്ത്യ. ഇത്രേ ഉള്ളൂ. അതോടുകൂടി പൈലറ്റ് നേട്ടി. എനിക്കിപ്പോ വളരെ സന്തോഷമുണ്ട് പൈലറ്റ് ആവാണ്ടിരുന്നതിൽ. നെക്സ്റ്റ് ഇഷ്ടമായിരുന്നു ഐ മീൻ ആക്ടിങ് ഒക്കെ? ഭയങ്കര പാഷൻ. ആക്ടിങ് ഒരുതരം ഭ്രാന്തായിരുന്നു ആക്ടിങ്. എന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതൽ ഒരു 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ തൊട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഈ മിററിന് മുമ്പിൽ നിന്ന് ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തന്നെ പേഷ്യൻ്റ് ആവും, ഞാൻ തന്നെ ഡോക്ടറാവും. ഭയങ്കര മോണോ ആക്റ്റും കാര്യങ്ങളാണ് എപ്പോഴും മിററിന് മുമ്പിൽ. എൻ്റെ അമ്മ ഒരിക്കൽ ഇത് കണ്ടിട്ട് മിററിന് മുകളിലൊരു വലിയ കേർട്ടൻ ഇട്ടു. അപ്പോൾ ഈ കേർട്ടൻ മുകളിലേക്കാണ് കെട്ടുന്നത്. എനിക്കത് തുറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫുൾ ടൈം മിററിന്റെ മുമ്പിലാണ് ഗോഷ്ടി. ഒന്നുമില്ല, കളിക്കാനും പോവില്ല, ഒന്നുമില്ല, ഫുൾ ടൈം മിററിന്റെ മുമ്പിൽ ഗോഷ്ടിയാണ്. അപ്പൊ അതാണ് എൻ്റെ ഏർലിയസ്റ്റ് മെമ്മറി. പക്ഷെ ശരിക്കും എനിക്ക് ആക്ടിങ്ങിനോടുള്ള പാഷൻ എന്നല്ല പറയാ, എനിക്ക് ആ ക്യാമറയുടെ മുമ്പിൽ ആക്ഷനും കട്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആ സമയം ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തത്. ഞാൻ സിനിമ വിട്ട് മാറി നിന്ന സമയത്താണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് അഭിനയം നിർത്തി പോയതാണ്. ആ ഗ്യാപ്പിലാണ് ശരിക്കും എനിക്ക് മനസ്സിലായത്, ഒരു സാധനം നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നതെന്ന് പറയുന്നത് പോലെ. അന്നാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഇത്രയും ക്രേസ് ഉണ്ട് ആക്ടിങ്ങിന്. ഒരുപക്ഷെ എനിക്ക് തന്നെ എന്നെ സ്ക്രീനിൽ കാണാനൊന്നും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന ആ കുറച്ച് ടൈം അത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് റിയലി പാഷൻ. അപ്പോൾ ശരിക്കും ഒരു ക്യാരക്ടറൊക്കെ പറഞ്ഞല്ലേ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും? പ്രിപ്പറേഷൻ ഭയങ്കരമാണ്. എന്ന് വെച്ചാൽ പുറത്തു പോയി അതിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളതില്ല. എൻ്റെ മെന്റൽ പ്രിപ്പറേഷൻ ഇങ്ങനെ, എനിക്ക് തോന്നുന്നു ചില ദിവസങ്ങളൊക്കെ ഉറങ്ങാനേ പറ്റില്ല. ഒരു 2-3 ദിവസമൊക്കെ ഈ ക്യാരക്ടർ തന്നെ നമ്മുടെ തലയുടെ ഉള്ളിൽ പോയി ഇങ്ങനെ വർക്ക്ഔട്ട് ആയിട്ട്. ഓക്കെ, ഏതിനാ ഗ്യാപ്പ് വന്നെന്ന് പറഞ്ഞേ? ആക്ടിങ് വിട്ടു പോയത്, ഒരു ഗ്യാപ്പ് വന്ന് പഠിക്കാൻ പോയത്? ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പോയി. ഓക്കെ, ഏതിന്? ബോംബെ പോയി. ക്ലിനിക്കൽ സൈക്കോളജിയാണ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് BSc സൈക്കോളജി ചെയ്തിട്ടുണ്ടായിരുന്നു. 2ാം ഭാവമൊക്കെ അഭിനയിച്ചു കഴിഞ്ഞ ആ സമയത്ത്. അപ്പോൾ ഈ സൈക്കോളജി പഠിച്ചുകൊണ്ട് ഈ ക്യാരക്ടറുമായിട്ട് നമുക്ക് സിങ്ക് ആവാൻ ഒത്തിരി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈസി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ക്യാരക്ടർ ഇൻവോൾവ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഒരുമാതിരി നമ്മുടെ പേഴ്സണാലിറ്റിയെ മാറ്റി വെക്കാനുള്ള ഒരു ഹെൽപ്പ് ഉണ്ട് അതിൽ. വേറൊരു ക്യാരക്ടർ ആവണേക്കാളും നമ്മുടേതായ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് ഒത്തിരി ഹെൽപ്ഫുൾ അല്ലേ? എനിക്കത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല, ലൈഫ് എക്സ്പീരിയൻസും ഉണ്ട്. ഇപ്പോൾ ഒരു 2 years ബോംബെയിൽ ഒറ്റയ്ക്ക് നിന്ന് പഠിച്ചപ്പോൾ, പിന്നെ അവിടുത്തെ JJ ഹോസ്പിറ്റലിൽ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്നു. അപ്പോൾ റിയൽ ലൈഫ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അഭിനയത്തിലുള്ള വ്യത്യാസം എനിക്കറിയാം, ബിഫോർ ആൻഡ് ആഫ്റ്റർ. അപ്പം ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യും അല്ലേ? നല്ല വ്യത്യാസമുണ്ട്. അതായത് ഞാൻ ഈ 3 കൊല്ലത്തെ ബ്രേക്ക് എടുത്തതിന് മുമ്പുള്ള ഞാനും അതിന് ശേഷമുള്ള എൻ്റെ ആക്ടിങ്ങും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ തോന്നുന്നു, കുറേ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പക്ഷെ ലെന ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ലെന കരയുന്നതും അല്ലെ, ഫുൾ ലെന കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കരയും, ആ ഒരു അവസ്ഥ. എനിക്ക് തോന്നുന്നല്ലേ, അത് ലെനെ മാത്രം സ്പെസിഫൈ ചെയ്യുന്നല്ല, ആ കാലഘട്ടത്തിൽ മിക്ക പേരും അല്ലെ സ്ത്രീകൾ കംപ്ലീറ്റ്ലി കരയണം. ഇപ്പൊ പക്ഷെ ന്യൂജൻ സിനിമകളൊന്നും സ്ത്രീകളെ അധികം കരയിപ്പിക്കുന്നില്ല.
ഇതിലൊക്കെ എനിക്ക് ഭയങ്കര സയൻസ് ഒക്കെ ഉണ്ട് ഇതിന് ഉത്തരങ്ങൾക്ക്, പക്ഷെ അതിനൊന്നും എനിക്ക് പ്രൂഫില്ല. നമുക്കൊന്ന് കേൾക്കാലോ. ഇവര് പറയുന്ന ഒരു 2012 മായൻ കാലണ്ടർ എൻഡ് ചെയ്തു എന്ന് പറയും. അപ്പോൾ 2012 മായൻ കാലണ്ടർ എൻഡ് ചെയ്യുന്നതോടുകൂടെ അവരുടെ ഒരു പ്രോഫസിയാണ് ദാറ്റ് വിമൻ വിൽ കം ഇൻ ടു പവർ. അപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ലോകത്തെ പലയിടത്തും സ്ത്രീകൾ പൊസിഷൻസ് ഓഫ് പവറിലാണ്. അതുപോലെ സ്ത്രീകൾക്കുള്ള എന്താ പറയാ ഫ്രീഡം കൂടും. അതോടുകൂടി തന്നെ അവരുടെ മേലുള്ള ആക്രമണവും കൂടും. ബിക്കോസ് മെയിൽസ് ഡോണ്ട് വാണ്ട് ടു ഗിവ് ദാറ്റ് ഫ്രീഡം. They don't want the women to dominate. They don't want women to be in power. അപ്പോൾ ഇതൊരു നാച്ചുറൽ ബാലൻസ് ആണ് നേച്ചറിന്റെ. അപ്പോൾ മെയിൽസ് ഇത്രയും കാലം ഒരു മെയിൽ ഡോമിനേറ്റഡ് വേൾഡ് ആയിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പവർ ഷിഫ്റ്റ് വരും എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇതൊക്കെ കാണാം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് ശരിക്കും എനിക്ക് ലെനയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി തോന്നി എന്നാന്നറിയാവോ, ഐ യൂസ് ടു വാച്ച് യുവർ മൂവീസ്. അപ്പൊ പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നിയ വെച്ചാൽ ഇന്ന ക്യാരക്ടർ എന്നൊന്നുമില്ല ലെന. ഇത് ഈവൻ ദോ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കാറുണ്ട്, സർട്ടൻ ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം ലെന ദുൽഖറിന് അമ്മയായിട്ട് ചെയ്തു. സോ മെനി ആർട്ടിസ്റ്റ് അതെ എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ തന്നെ പറയാൻ പറ്റില്ല, പക്ഷേ യു ഡോണ്ട് മൈൻഡ് ടു ദാറ്റ്, യു ഡസ് എവറിത്തിങ്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്, എനിക്ക് ക്യാമറയുടെ മുമ്പിലുള്ള ടൈമില്ലേ, ഐ ഷുഡ് ഹാവ് എന്നെക്കാളും അത്രയും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. എൻ്റെ അടുത്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഭയങ്കര നോർമലി നമ്മൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത ഒരു ക്യാരക്ടർ ചെയ്യണേക്കാളും അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് പേഴ്സണാലിറ്റി ഏറ്റെടുക്കേണ്ട വരുന്നത് എനിക്ക് അതാണ് ചാലഞ്ച്. ഐ എൻജോയ് ദാറ്റ്. ഇതിനകത്ത് വൈ യു ചൂസ് എ ഡിഫറെന്റ് എൻറ്റയർലി ക്യാരക്ടർ ഫ്രം യു? ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ക്യാരക്ടറോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. വി ഫീൽ മോർ കംഫർട്ടബിൾ അല്ലേ? എനിക്ക് ആ കംഫർട്ട് സോണിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എന്നോടൊരു ബിരിയാണി വെക്കാൻ പറഞ്ഞാല് എനിക്ക് എത്ര വലിയ ചാലഞ്ചാ അത്. പറ്റില്ലല്ലോ. പറ്റില്ല. ഞാൻ ആ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആരെങ്കിലും കഴിക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു ചാലഞ്ചാണത്. ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ എന്നോട് ഇപ്പോൾ ഞാൻ ചെയ്ത പടത്തിൽ കവി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ പടമാണ് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞത്. അതിൽ ഞാൻ ബുള്ളറ്റ് ഓടിക്കണം. അപ്പം മിക്ക ആൾക്കാരും അയ്യോ വേണ്ട എന്നാണ് വെക്കുക. അപ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം. ലെറ്റ് മീ ട്രൈ സംതിങ് ന്യൂ. ഈ വെറൈറ്റി ആണ് ഇഷ്ടം. അപ്പൊ എനിക്ക് ഇനി ചെയ്യാനുള്ള ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഏത്? ഞാൻ കുറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ക്യാരക്ടർ ഉണ്ട്, അത് എൻ്റെ അടുത്ത് വരുന്നേ ഇല്ല. ഈ പറഞ്ഞ ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഭ്രാന്തുള്ളൊരു ക്യാരക്ടർ അഭിനയിച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ക്ലിനിക്കലായിട്ടുള്ള നമ്മൾ കണ്ട് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് വരാവുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ഇടാൻ പറ്റും. എന്നാൽ എന്നെ എപ്പോഴും സൈക്യാട്രിസ്റ്റ് ആക്കുന്നുള്ളൂ. അപ്പോൾ ദിസ് ഈസ് റിയലി ഓസം. ബിരിയാണി ചെയ്യാൻ അറിയാൻ മേലാത്തവർക്ക് പെട്ടെന്ന് പഠിക്കാം കേട്ടോ. ലെനെ ആണോ? പ്ലീസ് ഇതെന്നെ സീരിയസ് ആയിട്ട് എന്നെ ഒന്ന് പഠിപ്പിക്കണം. തീർച്ചയായിട്ടും. എനിക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് പറ്റിക്കാനാ. അമ്മയുടെ ചെയ്താൽ മതി കേട്ടോ. അമ്മേനെ ഒന്നും പറ്റിച്ചിട്ട് കാര്യമില്ല. അമ്മയുടെ പ്രത്യേകത എന്താ പറയാ, അമ്മ ഒരു സാധനം കഴിച്ചാല് കറക്റ്റ് ആയിട്ട് അതിലെ ഇൻഗ്രീഡിയൻസ് പറയും. അത് ഭയങ്കര കഴിവല്ലേ? റിയലി. ഒരു സാധനം കഴിച്ചാൽ പറയും ഇതിൽ ഇങ്ങനെ ഇതിട്ടിട്ട് ഇതില് മറ്റേ ഈ ജീരകം ഇട്ടിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഷീ ക്യാൻ മേക്ക് എ ഡിഷ് ബൈ ടേസ്റ്റിംഗ്. കുക്കിങ്ങിനോട് അത്ര ഡെഡിക്കേറ്റഡ് ആണ്. ഒരാളേ ഉള്ളൂ അല്ലേ? എനിക്കൊരു അനിയത്തിയുണ്ട്. അവളും അക്രമ കുക്കാണ്. ചേച്ചിയാണ് ഇത്ര മടിച്ച്. അല്ല, എനിക്കിതിന്റെ ആവശ്യം വരുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. ചാൻസ് തരുന്നില്ല. ഞാൻ നോക്കുമ്പോ എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാര്. അപ്പൊ അവർക്ക് വിട്ടുകൊടുക്കുക. ഞാൻ വേണമെങ്കിൽ ഉള്ളിയൊക്കെ അരിഞ്ഞു തരുന്നു. ടേസ്റ്റ് അല്ല നോക്കുന്നത്, ടേസ്റ്റ് അത് കറക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് കുറ്റം പറയാറുണ്ട്. ഫുഡിനെ കുറ്റം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് എനിക്ക് ഫുഡിനെ കുറ്റം പറയണമെങ്കിൽ അത്ര മോശമാവണം. അങ്ങനെയുള്ളൂ, അത്രേ ഉള്ളൂ. ജനറലി ഫുഡിയാണ്. ലെന ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യട്ടെ, ഇടയ്ക്ക് ഒരു ബോളിവുഡ് ഫിലിം ചെയ്തല്ലേ അക്ഷയ് കുമാറായിട്ട്. ആ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞിടും. അത് ഭയങ്കര എങ്ങനെ അങ്ങോട്ട് പോയതും ഭയങ്കര കോയിൻസിഡന്റലാണ്. ഞാൻ വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു കോൾ വരുന്നു. എന്നിട്ട് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. മാഡം വി ഗോട്ട് യുവർ നമ്പർ ഫ്രം ദിസ് എങ്ങനെ ചുറ്റി നമ്മുടെ രജിത് മേനൻ എന്ന് പറഞ്ഞ ആക്ടറല്ലേ, രജിത് മേനനാണ് എൻ്റെ നമ്പർ കൊടുത്തത്. അപ്പോൾ ഇവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട്
അക്ഷയ് കുമാറിന്റെ പടത്തിലേക്കാണ്. അപ്പൊ ഞാൻ വെച്ചത് ആരോ ചുമ്മാ എന്നെ കളിയാക്കുകയാണ്. ഇത് എന്നെ വെറുതെ കളിയാക്കുന്നതാണ്. ഞാൻ ഓ ശരി ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. ഞാൻ കാര്യമാക്കിയില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിളിച്ചു, മെസ്സേജ് അയച്ചു. ഇതിനാണ് കുവൈറ്റ് വാർ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ അതിൽ ഒരുപാട് മലയാളികളുണ്ട്. ഒരു മലയാളി ക്യാരക്ടർ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡയറക്ടർ വിളിച്ചു. അപ്പോൾ ഡയറക്ടർ രാജാ മേനോൻ മലയാളിയാണ്. അപ്പോൾ പുള്ളി സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് കാര്യമായിട്ടൊരു കാര്യം മനസ്സിലായി. എന്നോട് പറഞ്ഞു ഐ വോണ്ട് എ മലയാളി ആക്ട്രസ് ടു പ്ലേ ഇറ്റ്. അത് ഇതിൽ മലയാളികൾ അല്ലെങ്കിലും കുറവാണ്. നോൺ മലയാളീസ് ആണ് മലയാളീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഹിന്ദി സെറ്റൊക്കെ എങ്ങനെയാ? ഹ്യൂജ് സെറ്റായിരുന്നു ഇത്. എന്ന് വെച്ചാൽ ഈ വാറൊക്കെ കാണിക്കാനുള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഒരു 100-500 ആൾക്കാരുണ്ട് ലൊക്കേഷനിൽ. അപ്പോൾ അവരുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെയാണ് സമ്മതിക്കേണ്ടത്. ഓരോ ഏരിയ ഒരു സൗണ്ട് ഇല്ലാതെ എല്ലാം ഈ വോക്കി ടോക്കീസിലും എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഐ ഫൈൻഡ് ഹിം സച്ച് എ thorough പ്രൊഫഷണൽ. രാവിലെ 7 മണിക്ക് വിത്ത് മേക്കപ്പ് ഓൺ ലൊക്കേഷൻ ഉണ്ടാവും. ഭയങ്കര ജെന്യുവിൻ, ഭയങ്കര കമ്മിറ്റഡ് പേഴ്സൺ ആണ്. ഓരോ റിഹേഴ്സലിനും കൂടെ എല്ലാവരുടെ കൂടെ നിന്ന്, അതായത് ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റും ഒക്കെ ഉള്ളപ്പോൾ ഇയാൾ ഓരോ റിഹേഴ്സലിനും കൂടെ നിൽക്കും. എന്നിട്ട് ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മളായിട്ട് പോലും ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അപ്പോൾ അത് ഭയങ്കര ഇപ്പൊ നമ്മളിപ്പം വെളിയിൽ നിന്ന് വന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലേ, സോ അങ്ങനെ ഒന്നും കാണിക്കത്തില്ല. വെരി നൈസ് സെറ്റ്. എനിക്ക് എല്ലാ പടങ്ങളും ഇങ്ങനെയാണോ എന്നറിയില്ല, പക്ഷെ എയർലിഫ്റ്റ് ആസ് സച്ച് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. പിന്നെ സിങ്ക് സൗണ്ട് ആണ്, അതെനിക്ക് ഇപ്പോഴും ഊഹിക്കാൻ പറ്റുന്നില്ല. സിങ്ക് സൗണ്ട് മീൻസ് സ്പോട്ട് റെക്കോർഡിംഗ് ആണ്. അപ്പൊ സ്പോട്ട് റെക്കോർഡിംഗ് നമുക്ക് എല്ലാവർക്കും ലേപ്പിളുണ്ട്. സോ യു ഹാവ് ടു സേ യുവർ ലൈൻസ്. അതുകൊണ്ടാണ് മലയാളത്തിൽ നിന്ന് അവർക്ക് ഹിന്ദി സ്പീക്കിംഗ് മലയാളം ആക്ട്രസ് വേണം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ 12ാമത്തെ വയസ്സിലല്ലേ മലയാളം പഠിച്ചുള്ളൂ. അതൊക്കെ ഗുണം ചെയ്തു. അപ്പൊ അവിടെ പോയി ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നമ്മൾ റാസൽ ഖൈമയിലൊരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ബാക്കി മുഴുവൻ രാജസ്ഥാനിലാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ കണ്ടാൽ നമുക്ക് കുവൈറ്റ് ആണെന്ന് തോന്നിയിട്ടില്ല. ഓസം പേഴ്സൺ. ഭയങ്കര ജെന്യുവൻലി വാം ഹാർട്ടഡ് പേഴ്സൺ ആണ്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. കൂടെ നിന്ന് നമ്മളെയും കൂടെ എനർജി തന്ന് ഭയങ്കര എനർജറ്റിക് ആണ്. അതും നമ്മൾ കാണുമ്പോൾ ഈ നമ്മളിങ്ങനെ കണ്ട് നോക്കിയിരുന്നു പോവും. ഇങ്ങനെയാണോ? ബിക്കോസ് at his age he's 50, he doesn't even look 35. appa physically fit. he eats at വളരെ അത് വളരെ particular times il. He sleeps by 10 pm. No alcohol, no smoking, no bad habits. appa ഭയങ്കര ഇൻസ്പിറേഷണൽ റിയൽ ലൈഫ് ഹീറോ ആണ്. I was really impressed. ഏതൊക്കെ വേറെ ഭാഷ ചെയ്തേ? തമിഴിൽ ഒരു പടം ചെയ്തു, ധനുഷിന്റെ ഫിലിമാണ് അനേകൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ തെലുഗു ഐ ഹവ് ജസ്റ്റ് ഡൺ വൺ. ഈ മാസം റിലീസാണ്, ഡോക്ടർ ചക്രവർത്തി. തെലുഗു ലാംഗ്വേജ് ഈസ് ഓക്കെ ഫോർ യു? ഞങ്ങളുടെ ഇവിടെ മനോജേട്ടൻ വന്നിട്ട് ഭയങ്കര തമാശയായിട്ടൊക്കെയാ പറഞ്ഞത്. മനോജ് കെ ജി എന്നല്ലേ, മനോജേട്ടൻ വന്നിട്ട് ഇവിടെ ഭയങ്കര തെലുഗു ഭാഷ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണാൻ പഠിച്ചിട്ട് ഭയങ്കര കോമഡി ആയിട്ടൊക്കെ തോന്നിയത്. വാട്ട് അബൌട്ട് യു? എനിക്ക് കോമഡി ഒക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ബാക്കിയുള്ളവർക്ക് അതിലേറെ കോമഡിയാണ്. എങ്ങനെ ഡയലോഗ്സ് ഒക്കെ കാണാൻ പഠിച്ചു? ഇപ്പോഴത്തെ ഞാൻ ചെയ്ത ഫിലിം ടിപ്പിക്കൽ ഇതല്ല, ടിപ്പിക്കൽ തെലുഗു മസാല ഫിലിം അല്ല. ഇറ്റ്സ് എ ത്രില്ലർ. ഓക്കെ, ഇറ്റ്സ് എ ത്രില്ലർ മെയ്ഡ് വെരി മച്ച് ലൈക്ക് ഓൺ ഹോളിവുഡ് ലൈൻസ്. അപ്പോൾ പാട്ടുകളൊന്നും ഇല്ലാത്തൊരു തെലുഗു ഫിലിമാണ്. അങ്ങനെയുണ്ട് തെലുഗു ഫിലിം, അതല്ലേ. പക്ഷെ ഡയലോഗ്സ് വളരെ ക്രിസ്പാണ്, വളരെ കുട്ടി കുട്ടി ഡയലോഗ്സ് ഉള്ളൂ. എന്ന് വെച്ചാൽ മറ്റേ അവരുടെ യൂഷ്വൽ 2 പേജ് ഡയലോഗ് അല്ല, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ ചോദിച്ചോ ലാംഗ്വേജിന്റെയും ഡയലോഗ്സിന്റെ ഒക്കെ കാര്യം ഇങ്ങനെ വരുമ്പോ? ആദ്യമേ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ആദ്യം സീൻസ് ഒന്ന് അയച്ചു തരുമോ, ഞാൻ ഒന്ന് നോക്കട്ടെ. പറഞ്ഞു ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരൂ, വിൽ ജസ്റ്റ് ഡു ഇറ്റ്. സോ ഐ തിങ്ക് ഇറ്റ് ബി എ നൈസ് ഫിലിം. ഓക്കെ, ഇനി പുതിയ പ്രോജക്റ്റ് ചെയ്തല്ലേ? ഇനിയിപ്പോൾ റിലീസസ് ആണ് ഇപ്പോൾ ഉള്ളത്. ബിക്കോസ് കമ്മിറ്റ് ചെയ്യാനുള്ള പടങ്ങളൊന്നും ഞാനിപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ടേക്കൺ 1 month ബ്രേക്ക്. ഞാൻ കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണം എന്നൊക്കെ വിചാരിച്ച്. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ അത് കഴിഞ്ഞിട്ട് റാഫി സാറിൻ്റെ പടമായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ റിലീസിനുള്ളത് മുത്തശ്ശി കഥ എന്ന് പറഞ്ഞ നമ്മുടെ ജൂഡ് ആൻ്റണിയുടെ ഫിലിമുണ്ട്. ദെൻ ദർ ഇസ് കവി ഉദ്ദേശിച്ചത്, ദെൻ ദർ ഇസ് താങ്ക് യു വെരി മച്ച്.
മൂന്നും ഞാൻ വളരെ ഈഗോലി കാത്തു ഇരിക്കുന്ന പടങ്ങളാണ്. ആക്ഷൻ മൂവീസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ കുറച്ചും തല്ലുണ്ടാക്കാനും തല്ലുണ്ടാക്കാനില്ല, തല്ല് കൊടുക്കാൻ. തല്ലുണ്ടാക്കാനല്ല ചോദിച്ചേ, ഒരു ആക്ഷൻ ഹീറോയിൻ ആയിട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി കോളേജിൽ ജൂഡോ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി സിൽവർ മെഡലിസ്റ്റ് ആണ് ജൂഡോയില്. അതൊക്കെ മറന്നുപോയി കാണുമല്ലോ അല്ലേ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ? ഇവിടെ എന്തിനാ, നമുക്ക് നല്ല ഭക്ഷണം തരുന്നവരെ. ആക്ച്വലി ഞാൻ അത് വീണ്ടും ടേക്കപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്, നല്ല കാര്യം. നമുക്ക് അറിയാവുന്ന ഒരു സാധനം കളയേണ്ടതിനാ അല്ലേ? ഈ കുക്കിംഗ് അല്ലാതെ എന്താ ഹോബീസ്? എനിക്ക് വേറെ ഒരു ഹോബി ഇല്ല. പിള്ളേരെ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടം. എന്റെ അമ്മയെ പോലെ തന്നെ. ഈ ആക്ടിങ് അല്ലാതെ എനിക്ക് എന്നാ ഇഷ്ടം? എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. വെരി ഗുഡ്. ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട്? ഒരുപാട് ട്രാവൽ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഉള്ളത് ഭയങ്കര ഉള്ള സമയത്ത് മുഴുവൻ ഈ ഫോട്ടോ എടുക്കുന്ന ടൈപ്പ് ട്രാവലേഴ്സിന് എനിക്ക് ഇഷ്ടമല്ല. ഈ ചെന്ന സ്ഥലം അവിടെ ഇരുന്ന് ആസ്വദിച്ച് ഇംബൈബ് ചെയ്ത്, അതാണ് എനിക്കിഷ്ടം. ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ലോകം അത്ര ഫ്രണ്ട്ലി അല്ല. അപ്പൊ എന്തിനാ ഇത് റിസ്ക് എടുക്കുന്നത്? അപ്പൊ പിന്നെ ഫാമിലി കറക്റ്റ്. അപ്പൊ ഈ ജൂഡോ ഒക്കെ ഒന്നുകൂടെ ഒന്ന് പിന്നെ ആവശ്യമാണ്, മസ്റ്റ്. അത് സകല എൻകറേജ്മെന്റ് ഞാൻ തരാം, അത് കളയണ്ട കേട്ടോ. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ചുറ്റുവട്ടം അത്ര സേഫ് അല്ല. പിന്നെ ആരോഗ്യം വെക്കാനുള്ള ഫുഡിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കാം. ഓൾവേസ് വെൽക്കം, നോ പ്രോബ്ലം അറ്റ് ഓൾ. സന്തോഷമേ ഉള്ളൂ. എന്തായാലും എന്നെ ഇവിടെ വന്നാൽ ഐ എം സോ ഹാപ്പി ടു ദാറ്റ്. ഐ എം സോ ഹാപ്പി. ഞാൻ എത്ര നാളെ ഇവിടെ വരണമെന്ന് വിചാരിക്കണു. ടു ബി ഇൻ ആനീസ് കിച്ചൺ. താങ്ക് യു. അത് വലിയൊരു ക്രെഡിറ്റ് ആണ് കേട്ടോ എനിക്ക്. സോ താങ്ക്ഫുൾ. അല്ല, ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാം. പക്ഷെ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഇന്നാണ് ഷാജഹാനി ബിരിയാണി ഉണ്ടാക്കാൻ തോന്നിയത്. അത് കറക്റ്റ്. ഐ എം ലക്കി. താങ്ക് യു. അവാർഡ്സ് ഒക്കെ എത്ര? നമ്മുടെ സ്റ്റേറ്റ് അവാർഡ്സ് എനിക്ക് ആക്ച്വലി ടെലിവിഷനാണ് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അത് ശിവമോഹൻ തമ്പി സാർ ഡയറക്റ്റ് ചെയ്ത അരനാഴിക നേരം. ഇറ്റ് വാസ് ഓൺ അമൃത TV. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടേസ്റ്റ് ഓഫ് എ സ്റ്റേറ്റ് അവാർഡ്. അപ്പച്ചന് കുളിക്കണ്ടായോ? ഇച്ചിരി ചൂടുവെള്ളം അനത്തട്ടോ. എന്നാ വന്നാട്ടെ, തിണ്ണക്ക് കയറിയിരിക്ക. ഫസ്റ്റ് മൂവി ഏതായിരുന്നു 11th ചെയ്യുമ്പോൾ? അത് സ്നേഹം, ജയരാജ് സാറിന്റെ. ജയരാജ് സാറിന്റെ. ഈ വർഷമാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവാർഡ്സ് കിട്ടിയിട്ടുള്ളത്. ഐ തിങ്ക് ഐ ഗോട്ട് 8 awards സോ ഫാർ ഫോർ എന്നും നിന്റെ മൊയ്തീൻ. അപ്പം തമിഴിലോ തെലുങ്കിലോ ഒക്കെ അഭിനയിച്ചപ്പോൾ അവിടെ വല്ല അവാർഡ്സും കിട്ടി? ഇല്ല, ഞാൻ എല്ലാത്തിലും ഓരോന്നേ ചെയ്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ ഹിന്ദിയിൽ ഒരു പടം ചെയ്തു, തമിഴിൽ ഒരു പടം. അല്ല, ഹിന്ദിയിലോ ചെയ്ത് കഴിഞ്ഞിട്ട് യു ഡിഡ്ന്റ് ഗെറ്റ് മോർ ഓഫേഴ്സ് ഫ്രം ദ? അങ്ങനെയില്ല, അത് വളരെ സ്പെഷ്യാലിറ്റി റോൾസ് ആണല്ലോ ഇത്. അതിന് എനിക്ക് തോന്നുന്നു ഈ ഇൻഡസ്ട്രീസിലൊക്കെ മാനേജേഴ്സും ഒക്കെ വേണം. ഞാൻ അത്ര അതിലൊന്നും പ്രൊഫഷണലിസം അല്ല, അതിനുള്ള ബുദ്ധിയില്ല. കിട്ടിയാ അഭിനയിക്കും. അല്ല, അതിനുള്ള കഴിവില്ല. അത് എനിക്ക് അറിയില്ല. ഈ സെൽഫ് മാർക്കറ്റിംഗ് സ്കിൽസ് ഇല്ല. അവിടെ ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണം അല്ലേ? മാനേജർ വേണം, ടീം വേണം. നമ്മുടെ മലയാളത്തിൽ സുഖമാണ്, എല്ലാവരും നേരിട്ട് നമ്മളോട് സംസാരിച്ചോളൂ. അതാ ഉള്ള കാര്യം നമ്മളോട് പറയും. മാനേജറും വേണ്ട, ഒന്നും വേണ്ട, സമാധാനമുണ്ട്. അതാ സത്യം. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഈ പാട്ട് പാടുമല്ലേ? പാട്ട് പാടാൻ ഇഷ്ടമാണ്. എന്നാ പാടൂ. അയ്യോ, അത്യാവശ്യം പാടുന്നേ ഉള്ളൂ. അത്യാവശ്യം മതി, 2 വരി പാടുത്താ. അജീബ് ദാസ്താ ഹൈ യേ, കഹാ ശുരു കഹാ ഖതം, യേ മൻസിലേ ഹൈ കൗൻ സി, न वो समझ सके न हम, मुबारक तुम्हें कि तुम किसी के नूर हो गए. ഷാജഹാന്റെ മുംതാസ് ആയില്ലേ? കറക്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 70s 60s പാട്ടൊക്കെ എന്ത് രസമല്ലേ. ആ മെലോഡിയസ് ക്വാളിറ്റി ഇപ്പോഴത്തെ മ്യൂസിക്കിന് എനിക്കറിയില്ല എന്താ അത്. ഭയങ്കര ടെക്നോ ആയതുകൊണ്ടാണോ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നത്? എല്ലാം ഇലക്ട്രോണിക് ആണ് ഇപ്പോ. അതുകൊണ്ട് ആ സെയിം എനിക്ക് ഭയങ്കര ഇഷ്ടം. ആദി ബർമൻ, കിഷോർ കുമാറിന്റെ ഒക്കെ പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണെന്നറിയോ. നമ്മളത് കേട്ടാ നമുക്ക് ഒരിക്കലും മടുക്കല്ല. പക്ഷെ ഇപ്പത്തെ എന്റെ പിള്ളേരോടൊക്കെ അതൊന്ന് കേൾക്കാൻ പറഞ്ഞാൽ അതിന് വേണ്ടി മെനക്കെടുകയല്ല, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് ആ പാട്ടുകളൊക്കെ കേട്ട് എത്രയോ നേരം ഇരിക്കാനോ. അത് എത്ര കാലം കഴിഞ്ഞ് കേട്ടാലും അതാണ് അല്ലേ? അല്ല, ഇപ്പോഴത്തെ മ്യൂസിക്കിന് ഡെഫിനറ്റ്ലി ആ ക്വാളിറ്റി ഇല്ല. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടം. സ്റ്റിൽ വെരി നൈസ്.